ആദ്യം പോകുന്നത് CPIM-നെ വെട്ടിലാക്കിയ DYFI തൃശൂർ ജില്ലാ സെക്രട്ടറിയുടെ ശബ്ദ സംഭാഷണം. അത് പുറത്തായി എന്ന വാർത്തയിലേക്കാണ്. AC മൊയ്തീൻ, MK കണ്ണൻ തുടങ്ങിയ CPIM നേതാക്കൾക്കെതിരെ ഗുരുതര സാമ്പത്തിക ആരോപണമാണ് VP ശരത് പ്രസാദിന്റെ സ്വകാര്യ സംഭാഷണത്തിലുള്ളത്. CPIM നേതൃത്വത്തിലുള്ള സഹകരണ സംഘത്തിൽ അഴിമതിയെന്നും ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട്. ആ സംഭാഷണം ഒന്ന് കേൾക്കാം. കപ്പലണ്ടിയാണ് കപ്പലണ്ടി കച്ചവടം തൃശ്ശൂരാണ്. ഞങ്ങളെത്തി നിസ്സാര ആൾക്കാരെന്ന് പറഞ്ഞാൽ ജില്ലയിലത്തെ വലിയ വലിയ എന്താണ് അത്ര അപ്പർ ക്ലാസ് ആളുകളുടെ ഇടയിൽ ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരവരൊക്കെ. എന്നാൽ വർഷങ്ങൾക്ക് മുൻപുള്ള ഓഡിയോ ക്ലിപ്പാണ് പുറത്തു വന്നതെന്ന് ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ പ്രതികരിച്ചു. ഓഡിയോയിൽ ശരത്ത് പറഞ്ഞത് തെറ്റായ കാര്യങ്ങളാണ്. ശരത്തിൽ നിന്ന് പാർട്ടി വിശദീകരണം തേടുമെന്നും KV അബ്ദുൽ ഖാദർ പറഞ്ഞു. ശബ്ദ സംഭാഷണത്തിലെ ആരോപണം MK കണ്ണനും തള്ളി. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതായ ഒരു ഓഡിയോ ക്ലിപ്പാണ് ഇന്നിപ്പോൾ ചാനലുകളിൽ സംപ്രേഷണം ചെയ്യപ്പെടുന്നതായിട്ട് കണ്ടത്. അതിൽ പറയുന്ന കാര്യങ്ങൾ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ അനുചിതമായൊരു പരാമർശം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയതാണെങ്കിൽ പോലും അത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുകയാണ്. ഇതേക്കുറിച്ച് ശരത്തുമായിട്ട് അദ്ദേഹത്തിൽ നിന്ന് വിശദീകരണം തേടാൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾക്ക് വീണ് കിട്ടിയൊരു ആയുധം എന്ന നിലയിലാണ് അവരത് പ്രചരിപ്പിക്കുന്നത്. വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമുള്ള കാര്യമല്ല. ഏത് ബാങ്കിലാണ് അക്കൗണ്ടുള്ളത് അത് പറയും. ഒരു 100 രൂപയിൽ കൂടുതലൊരു അക്കൗണ്ട് എനിക്ക് ഒരു ബാങ്കിലും ഇല്ല. അപ്പോൾ ശരത് പറയുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇത് മാനിപ്പുലേറ്റ് ചെയ്തതാണെന്നാണ് ശരത് പറയുന്നത്. ഇവൻ പറഞ്ഞു എന്ന് പറഞ്ഞ ആളും ഇവൻ അത് വോയിസ് മാറ്റി കൊടുത്തവനും രണ്ടുപേരും പാർട്ടിയിൽ നിന്ന് ഇപ്പോൾ പുറത്ത് പോയി. ഞാനിതൊന്നും സീരിയസ് ആയിട്ട് കാണുന്നില്ല. രാത്രി എന്തെല്ലാം സ്വപ്നങ്ങൾ ആളുകൾ കാണുന്നുണ്ട്. ഈ വിഷയം വിവാദമായതോടെ വിഷയത്തിൽ മലക്കം മറിഞ്ഞിരിക്കുകയാണ് ശരത് പ്രസാദ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അങ്ങനെ ഒരു മാറ്റം നമുക്ക് കാണാൻ കഴിയും. ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയിൽ സംശയം എന്നാണ് DYFI ജില്ലാ സെക്രട്ടറി പറയുന്നത്. പാർട്ടി നേതാക്കളെ സംബന്ധിച്ച് തനിക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ല എന്നും ശരത് പ്രസാദ് ഫേസ്ബുക്കിൽ കുറിച്ചു. അമൽ സുരേന്ദ്രനാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങളുമായി. അമൽ, ഇത് വർഷങ്ങൾക്ക് മുൻപുള്ള ശബ്ദ സംഭാഷണമാണ്, അതാണ് ഇപ്പോൾ പുറത്തു വന്നത് എന്ന് പറയുന്നു. പക്ഷേ പറഞ്ഞ കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി പറയുന്നുണ്ടല്ലോ, അതിൽ വ്യക്തവുമാണ്. ഇപ്പോൾ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ എന്താണ് ശരത് ഉദ്ദേശിക്കുന്നത്? അതിൽ ഒരു മലക്കം മറിച്ചിൽ നടത്തുന്നു, അത് തൻ്റെ സ്വന്തം ശബ്ദമല്ല എന്നാണോ പറയുന്നത്? അസ്മിത, ഏതായാലും രാവിലെ ഈ വാർത്ത പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ ശരത് പ്രസാദുമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഈ ഒരു ശബ്ദ സന്ദേശത്തിൽ ഉള്ള ശബ്ദം എൻ്റേത് തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുകയുണ്ടായി. അതനുസരിച്ച് നമ്മൾ ആ കാര്യം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നു. ഏതായാലും അതിനുശേഷം നമ്മൾ CPIM-ന്റെ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KV അബ്ദുൽ ഖാദറിനെ കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇത് വർഷങ്ങൾക്ക് മുൻപേ ഉള്ള ഒരു ശബ്ദ സന്ദേശമാണ്. ജില്ലാ സെക്രട്ടറി ഏതായാലും ഈ ഒരു ശബ്ദ സന്ദേശം ശരത് പ്രസാദിൻ്റേതല്ല എന്ന് ആ ബൈറ്റിൽ എവിടെയും പറയുന്നില്ല. പക്ഷേ അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം, ഈ ഒരു വിഷയത്തിൽ പ്രതിയോഗികൾക്ക്, പാർട്ടിയുടെ ശത്രുക്കൾക്ക് ഒരു ആയുധമാക്കത്തക്ക വിധത്തിൽ ഈ ഒരു ശബ്ദ സന്ദേശം മാറിയിട്ടുണ്ട്. അതിനാൽ തന്നെ ശരത് പ്രസാദിനോട്, DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള VP ശരത് പ്രസാദിനോട് വിഷയത്തിൽ വിശദീകരണം തേടും. അതിനുശേഷം മാത്രമേ നടപടിയെടുക്കൂ എന്ന CPIM-ന്റെ ജില്ലാ സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള VP ശരത് പ്രസാദിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ അമ്പാടെ അദ്ദേഹം ഈ താൻ നേരത്തെ പറഞ്ഞിരുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം വഴുതി മാറുകയായിരുന്നു. ആ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നത് പ്രകാരമാണ് എങ്കിൽ തന്നെ അദ്ദേഹം പറയുന്നത് ഈ ഒരു ശബ്ദ സന്ദേശത്തിന്റെ ആധികാരികതയിൽ തനിക്ക് സംശയങ്ങളുണ്ട്. അത് പരിശോധനകൾക്ക് വിധേയം മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. CPIM-ന്റെ ജില്ലയിലെ മുതിർന്ന നേതാക്കളെക്കുറിച്ച് തനിക്ക് ഈ ശബ്ദ സന്ദേശത്തിലുള്ള അല്ലെങ്കിൽ ചോർന്ന ഫോൺ സംഭാഷണത്തിലുള്ള തരത്തിലുള്ള അഭിപ്രായമൊന്നുമല്ല തനിക്കുള്ളത് എന്ന് ആവർത്തിക്കുകയായിരുന്നു ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പോടുകൂടി ശരത് പ്രസാദ് ചെയ്തത്. ഏതായാലും അതിനുശേഷം ഈ ഒരു കാര്യം പ്രതിപക്ഷം അമ്പാടെ ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമായിരുന്നു തൃശ്ശൂരിൽ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ DCC പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം അല്പസമയം മുൻപായിരുന്നു. അതുകൂടാതെ തന്നെ അനിലക്കര ഉച്ചയ്ക്ക് പ്രതികരിച്ചു. MT രമേശിന്റെ ഭാഗത്തുനിന്ന് BJP-യിൽ നിന്ന് പ്രതികരണം ഉണ്ടായി. ഈ ഒരു ചോർന്ന ഒരു ശബ്ദ സന്ദേശത്തെ
എല്ലാ പ്രതിപക്ഷ കക്ഷികളും CPM-നെ അടിക്കുവാനുള്ള ഒരു വടിയായിട്ട് എടുത്തിരിക്കുകയാണ്. തൃശ്ശൂർ ജില്ലയിലെ CPM-ന്റെ നേതൃത്വത്തെക്കുറിച്ച് മുൻപും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. നമുക്കറിയാവുന്നതാണ് കരുവന്നൂരിലെ കാര്യങ്ങളെല്ലാം. കരുവന്നൂരിലെ സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് AC മൊയ്തീൻ, MK കണ്ണൻ അടക്കമുള്ള നിരവധി പേരാണ് സംശയത്തിന്റെ നിഴൽ നിർത്തിയതും അത് സംസ്ഥാന വ്യാപകമായി CPM-നെയും ദേശീയ വ്യാപകമായി തന്നെ BJP അതൊരു ചർച്ചാ വിഷയമാക്കിയ ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. CPM-നെ ആകെ മൊത്തത്തിൽ പ്രതിരോധത്തിലാക്കിയ ഒരു സംഭവമായിരുന്നു. അതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് തൃശ്ശൂർ ജില്ലയിൽ നിന്ന് മറ്റൊരു സഹകരണ സംഘത്തിന്റെ അഴിമതി കഥകൾ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് പൊതുസമൂഹത്തിനോടും പാർട്ടിക്കുള്ളിലും വിളിച്ചു പറഞ്ഞവരായിരുന്നു TS ബിജുവും അതോടൊപ്പം തന്നെ നിപിൻ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ എന്ന് പറയുന്നത്, CPM-ന്റെ പ്രവർത്തകരെന്ന് പറയുന്നത്. എന്തായാലും അവരെ ഇന്ന് രാവിലെ പുറത്താക്കിയതായി ദേശാഭിമാനി ഒരു വാർത്ത നൽകിയുണ്ടായി. ആ വാർത്തയിൽ പറയുന്നത് വലതുപക്ഷത്തിന്റെ കോടാലികളായി പ്രവർത്തിച്ചതിനാൽ ഇവരെ പുറത്താക്കുന്നു എന്നായിരുന്നു പറഞ്ഞത്. അത് നടത്തറയിലെ ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു ഈ 2 CPM പ്രവർത്തകരും. ഇവരെയാണ് പുറത്താക്കിയത്. അതിനെ തുടർന്ന് ഇന്നിപ്പോൾ നമ്മൾ നിപിനോട് സംസാരിക്കുകയുണ്ടായി അല്പസമയം മുൻപ്. അപ്പോൾ നമ്മൾ മുൻപേ കേട്ട ശരത് പ്രസാദിന്റെ ചോർന്ന വീഡിയോയിൽ ഉള്ള അല്ലെങ്കിൽ മറ്റേയാൾ കേൾവിക്കാരനായി നിൽക്കുന്നത് നിപിനാണ്. വിശദീകരണം തേടും എന്നുള്ള ആ പ്രതികരണം അത് പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ തള്ളി ശരത് പ്രസാദ് മറ്റൊരു ഫേസ്ബുക്ക് കുറിപ്പ് വന്നിരിക്കുന്നത്. അതിൽ തൻ്റെ ശബ്ദ സംഭാഷണത്തിൽ അത് തൻ്റേതാണെന്ന് രാവിലെ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിൽ ചില സംശയങ്ങൾ ഉണ്ടെന്ന് ഉന്നയിക്കുകയും ചെയ്യുന്നു. അമൽ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നമുക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.